തന്നിരിക്കുന്ന സംഖ്യകളെ ആരോഹണ ക്രമത്തിൽ ക്രമീകരിക്കണം. അതായത് അസെൻഡിങ് ഓർഡറിൽ എഴുതണം. തന്നിരിക്കുന്ന സംഖ്യകൾ 2/3, 3/5, 5/8. ആരോഹണ ക്രമം അല്ലെങ്കിൽ അസെൻഡിങ് ഓർഡറിൽ എഴുതാൻ പറഞ്ഞാൽ ചെറുതിൽ നിന്നും വലുതിലേക്ക് എഴുതണം. ഏതാണ് ഏറ്റവും ചെറിയ സംഖ്യ ആദ്യം, രണ്ടാമത്തെ സംഖ്യ, മൂന്നാമത്തെ സംഖ്യ, ഇങ്ങനെ എഴുതണം. ഇത് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? ഓരോ രണ്ട് ഭിന്നസംഖ്യകളെയും എടുത്തൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അതായത് 2/3ഉം 3/5ഉം ആദ്യം എടുക്കുക. അതിനുശേഷം ആദ്യത്തെ ഭിന്നസംഖ്യയിലെ താഴത്തെ സംഖ്യയുണ്ട്, രണ്ടാമത്തെ ഭിന്നസംഖ്യയിലെ മുകളിലത്തെ സംഖ്യയെ ഗുണിക്കുക. അതിൻ്റെ ഉത്തരം രണ്ടാമത്തെ സംഖ്യയുടെ മുകളിൽ എഴുതുക. അതേപോലെ താഴത്തെ രണ്ടാമത്തെ ഭിന്നസംഖ്യയിലെ താഴത്തെ സംഖ്യയുണ്ട്, ആദ്യത്തെ ഭിന്നസംഖ്യയിലെ മുകളിലെ സംഖ്യയെ ഗുണിക്കുക. അതിൻ്റെ ഉത്തരം ആദ്യത്തെ ഭിന്നസംഖ്യയുടെ മുകളിൽ എഴുതുക. അപ്പോൾ 10, 9. ഇവിടെ എവിടെയാണോ ചെറിയ സംഖ്യ കിട്ടിയിരിക്കുന്നത് ആ ഭിന്നസംഖ്യയായിരിക്കും ഈ സംഖ്യകളിൽ ഏറ്റവും ചെറുത്. അതായത് ഇവിടെ 3/5 2/3 ചെറുത്. അപ്പോൾ നമുക്കിത് 3/5 2/3 എന്ന് എഴുതാലോ. ഇനി നമുക്ക് അടുത്ത രണ്ട് സംഖ്യകൾ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അതായത് 3/5നെയും 5/8നെയും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. 5 5 25, അതേപോലെ 8 × 3 എന്ന് പറഞ്ഞാൽ 24. ഇതിൽ ചെറിയ സംഖ്യ വരുന്നത് 3/5 ആയിരിക്കും. 5/8 3/5നേക്കാൾ വലുതായിരിക്കും. അപ്പോൾ നമുക്കിവിടെ 3/5 5/8 എന്ന് എഴുതാലോ. ഇനി രണ്ട് സംഖ്യകൾ കൂടെ കമ്പയർ ചെയ്യാനല്ലേ. അതായത് 2/3നെയും 5/8നെയും ഇതേ രീതിയിൽ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക. 3 5 15, 8 2 16. അപ്പോൾ ഇതിൽ ചെറിയ സംഖ്യ എന്ന് പറയുന്നത് 5/8 ആയിരിക്കും. അതായത് 5/8 2/3 ആയിരിക്കും. അപ്പോൾ നോക്കി നോക്കൂ, 3/5 2/3നേക്കാളും അതേപോലെ 5/8നേക്കാളും ചെറുതാണ്. അപ്പോൾ 3/5 ആണ് ആദ്യത്തെ സംഖ്യ വരിക. 5/8 എന്ന് പറയുന്നത് 2/3നേക്കാൾ ചെറുതാണ്. അപ്പോൾ രണ്ടാമത്തെ സംഖ്യ 5/8 ആയിരിക്കും. 2/3. ഇത് നമ്മുടെ ഉത്തരത്തിലുണ്ടോ എന്ന് നോക്കിയേ. ഓപ്ഷൻ ബി ഇതാണല്ലോ. അപ്പോൾ നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി.